ബിഗ് ബോസ് സീസൺ 8 ബിഗ് ബോസ് സീസൺ 8 ഇന്നലെ എവിക്ഷൻ ഉണ്ടായിരുന്നു. ആ എവിക്ഷനിൽ പുറത്തായിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയാം. റിജോ, ജെറ്റി, സാബിത, സോണി, ഇത്രയും പേരാണ് പുറത്തു പോയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. സാബിത, ജെറ്റി, സോണി, റിജോ, ഇത്രയും പേര് ഇന്നലത്തെ എവിക്ഷനിൽ പുറത്തായിരിക്കുകയാണ്. 40 പേര് ആയിട്ട് തുടങ്ങിയ അഗ്നിപരീക്ഷയിൽ ഇനി ബാക്കി മിച്ചമുള്ള ആൾക്കാരെന്ന് പറയുന്നത് 24 പേരാണ്. 16 പേര് ഔട്ടായി പുറത്തു പോയിരിക്കുകയാണ്. അപ്പം ഇവർക്ക് ഈ ഔട്ടായി പോയവരോട് ഔട്ടാകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസ് കുറച്ച് ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജഡ്ജസ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ മത്സരത്തിൽ നിൽക്കാനുള്ള തുടർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഇവർക്ക് മതിയായിട്ട് ഒരു കാരണം പറയാൻ പറ്റിയില്ല. ഇവർക്കൊരു റീസൺ എന്താണ് ബിഗ് ബോസിൽ തുടർന്ന് പോകാനുള്ളൊരു റീസൺ പറയാൻ ഇവർക്ക് സാധിച്ചില്ല. ആ ഒരു കാരണം കൊണ്ട് ഇവരെ എവിക്റ്റ് ചെയ്ത് പുറത്ത് ആക്കിയിരിക്കുകയാണ്. ഇവർക്കത് പറയാഞ്ഞ് ജഡ്ജസിനെ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് ഷോയിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചേനായിരുന്നു, ഔട്ടാകത്തില്ലായിരുന്നു ഇവർ. പക്ഷെ ഇവർക്കത് പറയാൻ പറ്റിയില്ല. ഇവർ ഔട്ടായി പോയെന്ന് വെച്ചാലും ഇവർ എപ്പോഴും ഈ മറ്റിപ്പോൾ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെക്കാളിലും കൂടുതൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഈ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇവർ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഇത്രയും പേരും മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം ഔട്ടായി പോയെന്ന് വെച്ചാലും ഇനി അടുത്ത ഏതെങ്കിലും ഒരു TV ഷോയിലോ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇവരെ എന്തായാലും തീർച്ചയായിട്ടും വിളിക്കും. കാരണം ബിഗ് ബോസ് പോലൊരു വലിയ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പരിപാടിക്കകത്താണ് ഇവർ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് അത്ര ചെറിയൊരു പരിപാടിയല്ല. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യുന്നൊരു പരിപാടിയാണിത്. ബിഗ് ബോസ് ഏഷ്യാനെറ്റിലാണേലും ഹോട്ട്സ്റ്റാറിലാണേലും ഒക്കെ ഇത് ഒത്തിരി പേര് കാണുന്ന ആൾക്കാരുണ്ട്. ഇത് കാണാതിരിക്കാൻ പറ്റാതെ ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ യൂട്യൂബിൽ തിരഞ്ഞ് കാണുന്ന ആൾക്കാരും ഇത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നവരും ഹോട്ട്സ്റ്റാറിൽ നോക്കുന്നവരും ഒക്കെ ആയിട്ട് ഒത്തിരി കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ഷോയ്ക്ക് ഭയങ്കരമായിട്ടൊരു വാല്യൂ ഉണ്ട്. അവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഈ ബിഗ് ബോസ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷോയിൽ വന്ന് പങ്കെടുത്ത് അവരുടെ പെർഫോമൻസിലൂടെ അവർ കുറച്ച് ദിവസമെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനിയും ബിഗ് ബോസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിഗ് ബോസിൽ തന്നെ ചിലപ്പോൾ അവരെ അടുത്ത പ്രാവശ്യം വിളിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഷോയിൽ കൂടെ ഇനിയും TV ചാനലുകളിൽ വരിക തന്നെ ചെയ്യും. അങ്ങനെ അവർ ഇപ്പോൾ തോറ്റുപോയെന്ന് പറഞ്ഞ് അവർ എവിക്റ്റായി പോയെന്ന് പറഞ്ഞ് അവർക്ക് ഒരു അവസരം ഈ ഒരു ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു ഇതിലും നഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസിൽ അഗ്നിപരീക്ഷയിലാണ് അവർക്ക് തോറ്റുപോയത്. ബിഗ് ബോസിൽ മറ്റെപ്പിസോഡുകളിലേക്ക് അവർക്ക് ബിഗ് ബോസിലേക്ക് ഇതിലായിട്ട് തുടർന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ബിഗ് ബോസിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ തീർച്ചയായിട്ടും സേഫായിട്ട് നിൽക്കാനും കളിക്കാനും ഗെയിം കളിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അതുവരെ എത്താൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇവർ ഔട്ടായി പോയിരിക്കുന്നത്. എന്താണേലും എൻ്റെ അഭിപ്രായത്തിൽ ഇവർ നല്ല കണ്ടസ്റ്റൻസ് തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ അറിയാവുന്ന, നല്ലോണം ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഔട്ടായി പോയിരിക്കുന്നത്. അപ്പം ഇവർ ഔട്ടായി പോയത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിയായിട്ടാണോ തോന്നുന്നത്, അതോ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണോ ഇവരെ പുറത്താക്കിയതെന്നുള്ളത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാ.